SRK തന്നെ നീ നോക്കണ്ട, അത് തന്നെ. പടത്തിൽ കണ്ടവർക്കും പ്രഷർക്കും വരുണിനെ പെട്ടെന്ന് രജിസ്റ്റർ ആവും. കാരണം ഇവരെ ഡാൻസ് പഠിപ്പിക്കാൻ ഗ്രൂപ്പിലോട്ട് എല്ലാവരെയും പിടിച്ചിട്ടത് ലൈക്ക് ഋഷിയുടെ ആ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ട്രാക്ക് മാറിപ്പോയി. അത് പറഞ്ഞപ്പോഴാണ് ട്രാക്ക് മാറിപ്പോയി സീമ ബഷീറിനെ എത്ര വട്ടം വിളിച്ചാണ്. പിന്നെ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ മറ്റേ റൊമാൻസിൻ്റെ സീക്വൻസ് ഒക്കെയാണ് എടുത്തോളെ. അത് ഞാൻ പറഞ്ഞാലും ഞാൻ മറ്റേ പണ്ട് തൊട്ടേ ഷാറുഖ് ഖാൻ്റെ കണ്ട് സോ ഞാൻ ആദ്യം ആക്ച്വലി ഇതിനു മുമ്പ് ചെയ്തിരുന്നത് 18-ാം പടി എന്ന് പറഞ്ഞൊരു പടമാണ്. വീണ്ടും ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വിളിച്ചിട്ട് ഇങ്ങനെ അത് സെലക്ട് ആയിട്ടുണ്ട്. എങ്ങനെ ആദ്യമേ പഠിച്ചത് വേവ് അടിക്കാനാണോ ലോക്കിംഗ് ആണോ? അത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ സമയത്ത് ചെയ്തതാണ്. അപ്പം ഭയങ്കര ആഗ്രഹത്തോടെയും ചെയ്തതാണ്. അപ്പം എനിക്കിതായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആഗ്രഹത്തോടെ ചെയ്ത് ഇതിങ്ങനെ ഇറങ്ങാതെ ഇങ്ങനെ കുറച്ച് നാളെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് കസിൻ ചേട്ടൻ്റെയും കസിൻസിൻ്റെയും സിനിമ കാണാൻ പോകുന്നതൊക്കെ പഴയ ഷാറുഖ് ഖാൻ്റെ പടമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അന്ന് അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇറങ്ങുന്ന കൂടുതലും എല്ലാവരും കാണാൻ പോകുന്നത് ഷാറുഖ് ഖാൻ്റെ അല്ലെങ്കിൽ ഋത്തിക് റോഷൻ്റെ പടം ഇറങ്ങുമ്പോഴാണ്. സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചിട്ട് പോയി കിട്ടാതെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ കാണുന്നതൊക്കെ അയക്കുമായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഈ 18-ാം പടിയിലാണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ഉള്ള സീക്വൻസിൽ ഞാനും ഉണ്ട്. അപ്പം ആ സീക്വൻസിൽ മമ്മൂക്ക ചെയ്യണ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസം. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പഠിക്കാനുള്ള ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര എന്നുവെച്ചാൽ ഇതൊന്നും അല്ല ഭയങ്കര എൻ്റെ ഓരോ മറ്റേ ആ സീനുണ്ടല്ലോ, ഈ വേദന എടുത്താൽ വിളിക്കാൻ നമ്പറുണ്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ കട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട്, കൊള്ളാം, അതെ മാറ്റണം, എന്താ വ്യത്യാസം. അപ്പോൾ അവൻ SRK തന്നെ നീ നോക്കണ്ട, അത് തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ ഇറങ്ങി വന്നിട്ടും നമ്മളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോഴും നമുക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുക, നമ്മളെല്ലാവരും ഇങ്ങനെ പേരൊക്കെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞ് തലയായിട്ട്